കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ ബിജെപി കുതിപ്പിൽ അങ്കലാപ്പിലായി ഇടത് വലത് മുന്നണികൾ. ഓരോ തിരഞ്ഞെടുപ്പിലും വലിയ വർധനവാണ് ബിജെപി വോട്ട് വിഹിതത്തിൽ ഉണ്ടാകുന്നത്. ഇത്തവണ മോദിയുടെ ഗ്യാരണ്ടി കൂടി വോട്ടാകുന്നതോടെ കോഴിക്കോട് നിന്ന് ജയിച്ചു കയറാമെന്ന പ്രതീക്ഷയിലാണ് ബിജെപി. മാത്രമല്ല, ഏവർക്കും സ്വീകാര്യനായ MT രമേശിനെയാണ് പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വോട്ട് വിഹിതത്തിൽ വലിയ വർധനവാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ബിജെപി ഉണ്ടാക്കുന്നത്. 2014 കിട്ടിയ 1,15,760 വോട്ട് കഴിഞ്ഞ തവണ 1,61,216 45,000-ലധികം വോട്ടുകളാണ് കൂടിയത്. അതേസമയം ഇടതു സ്ഥാനാർത്ഥിക്ക് പോലും ഈ വർധന ഉണ്ടായിരുന്നില്ല. 2014 നിന്ന് 2019 ആയപ്പോൾ LDFന് വർദ്ധിച്ചത് 27,000 വോട്ടുകൾ മാത്രമാണ്. ബാലുശ്ശേരി, എലത്തൂർ, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, ബേപ്പൂർ, കുന്നമംഗലം, കൊടുവള്ളി മണ്ഡലങ്ങൾ ചേർന്നതാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം. അതിൽ എലത്തൂർ, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, ബേപ്പൂർ, കുന്നമംഗലം മണ്ഡലങ്ങളിൽ BJPയുടെ ബൂത്ത് തല പ്രവർത്തനം ശക്തമാണ്. അതിനൊപ്പം മോദി ഗ്യാരണ്ടിയുടെ കൂടെ പിൻബലത്തിൽ കോഴിക്കോട് നിന്നും ജയിച്ചു കയറാമെന്ന് BJP കണക്കുകൂട്ടുന്നു. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും നേതൃത്വമില്ലാത്തതിനാൽ കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധിയും തങ്ങൾക്കനുകൂലമാകുമെന്നും BJP കരുതുന്നു. ഇതൊക്കെ വോട്ടാക്കാനുള്ള പ്രവർത്തനങ്ങളും അവർ നേരത്തെ ആരംഭിച്ചു. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശിനെ തന്നെ BJP രംഗത്തിറക്കിയത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴും കോഴിക്കോട് ജില്ല കേന്ദ്രീകരിച്ചായിരുന്നു MT രമേശിന്റെ പ്രവർത്തനം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടിയ MT 30,000-ലധികം വോട്ടുകളും നേടിയിരുന്നു. വിവാദരഹിത രാഷ്ട്രീയ നേതാവെന്ന ക്ലീൻ ഇമേജാണ് അദ്ദേഹത്തിനുള്ളത്. അതിനൊപ്പം രാഷ്ട്രീയ നിലപാടുകൾ കൃത്യമായി അവതരിപ്പിക്കാനുള്ള കഴിവും രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹത്തെ സ്വീകാര്യനാക്കുന്നു. ജനം, കോഴിക്കോട്.